ഈ ശുശ്രൂഷയിൽ കൂടി വരുവാനും ആമേൻ ഇവരെ അനുഗ്രഹിക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അല്പനേരം നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെക്കാളും ഏറ്റവും സന്തോഷം ഇവിടെ ഇരിക്കുന്ന 2 പേർക്കാണ്. ജോയലിൻ്റെ മുഖത്തേക്ക് നോക്കിയേ. വിവാഹം ഉറപ്പിച്ച അന്ന് തുടങ്ങിയ ആ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ സിസ്റ്റർ ലിയയുടെ മുഖത്തും ആമേൻ ആദ്യം കണ്ട പോലല്ല, വളരെ സന്തോഷത്തോടെ അവരായിരിക്കുന്നു. ആമേൻ. നോക്കിയും വിവാഹമെന്ന് പറയുന്നത് ആമേൻ കർത്താവിനാൽ നിക്ഷേപിക്കപ്പെടുന്നതാണ്. ആമേൻ. നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ആമേൻ 1-ാം അധ്യായം ചാപ്റ്റർ 1 verse 27 onwards നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ജെനസിസ് ചാപ്റ്റർ 1 verse 27 വായിക്കുമ്പോൾ ഇങ്ങനെ, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ താൻ ഏകനായിരിക്കുന്നത് തനിക്ക് ആമേൻ ഞാൻ വിശ്വസിക്കുന്നു, തനിക്ക് ഏകനായിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഇമേജിലും തൻ്റെ ലൈക്നെസ്സിലും താൻ മനുഷ്യനെ ഉരുവാക്കുകയാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ ജീവശ്വാസം ആമേൻ തന്നിലേക്ക് ഊതുകയാണ്. ആമേൻ. അവൻ ജീവനുള്ളൊരു ദേഹിയായി, ഒരു ലിവിങ് ബീങ് ആയി മാറി. അവന് ആമേൻ ആദം എന്ന പേരായിരുന്നു. ഈ ആദത്തിനെ ദൈവം നോക്കി. ദൈവം എപ്പോഴും ഇവൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ ഇവനൊരു റൈറ്റ് പാർട്ട്ണർ ഇല്ല. കർത്താവ് നോക്കിയപ്പോൾ ഇവന് തക്കതായ ഒരു തുണ ഇല്ല. അവിടെ നോക്കിയപ്പോൾ എന്താ ഉള്ളേ? കർത്താവ് 5 ദിവസം കൊണ്ട് ഉരുവാക്കിയ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും മാത്രമേ ഉള്ളൂ. 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കി. ഇവന് തക്കതായ ഒരു തുണയില്ല. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഇവനൊരു നല്ല ഉറക്കം കൊടുത്തു, ഒരു മയക്കം കൊടുത്തു. തൻ്റെ റിബിൽ നിന്ന്, തൻ്റെ വാരിയൽ ഒന്നെടുത്ത് അവന് തക്കതായ ഒരു തുണയെ ദൈവം ഉരുവാക്കി. ഇന്ന് ജോയലിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇരിക്കുന്നത് ജോയലിൻ്റെ വാരിയല. ഇതൊരു ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ചിന്തിച്ചു, കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ വാരിയലിൽ നിന്ന് എടുത്തത്? ഈ കാലിൻ്റെ എല്ലെടുത്ത പ്രശ്നം അല്ലേ, കൈയുടെ എല്ലെടുത്ത പ്രശ്നമാണ്. പക്ഷെ വാരിയലിൽ നിന്ന് എടുത്താൽ, ഈ വാരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നറിയോ? ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ആൻഡ് സപ്പോർട്ടിങ് ദ അപ്പർ ബോഡി, അസിസ്റ്റിംഗ് ദ റെസ്പിറേഷൻ. ഈ 3 കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ വാരിയലിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ലിയയാണ് വാരിയൽ. ടെൻഷൻ അടിക്കാൻ വിട്ടുകൊടുക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, തലയുയർത്തുന്നത് പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണ് കർത്താവ് ലിയയെ നിയമിച്ചിരിക്കുന്നത്. ഇന്ന് ആമേൻ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജോയലെ, ഇപ്പോൾ വരെ ജോയല് പൂർണ്ണനല്ല. കാരണം ഒരു വാരിയല് ആമേൻ ഇപ്പോൾ മുതൽ പൂർണ്ണനല്ല, പക്ഷേ വിവാഹം കഴിയുമ്പോൾ പൂർണ്ണനായി മാറുകയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നു മുതൽ ആമേൻ ജോയലിൻ്റെ ആ പെർഫെക്റ്റായി ജോയൽ മാറുകയാണ്. എന്താണോ ഇല്ലാതിരുന്നത് അത് വന്ന് ചേരുക. എന്താ ഈ വാരിയലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ വിവാഹത്തിന് കർത്താവ് ജോയലിന് വേണ്ടി ഒരുക്കി കൊടുത്ത ഈ സഹോദരിയുടെ ദൗത്യം എന്താണെന്ന് ജെനസിസ് ചാപ്റ്റർ 2 verse 18 onwards വായിക്കുന്നുണ്ട്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ജോയൽ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് ആർക്ക് ആദ്യമേ തോന്നി? കർത്താവിന് തോന്നി.
ആമേൻ. എന്നിട്ട് എന്താ ചെയ്തേ? ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുൾ ചെയ്തു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഐ വിൽ മേക്ക് ഹിം ആൻഡ് ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം. അപ്പോ ഒരു ഭാര്യയുടെ ദൗത്യം എന്ന് പറയുന്നത്, സ്വർഗം ആമേൻ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. പുതിയ നിയമത്തിൽ അവൻ പരിശുദ്ധാത്മാവിനെ ഒരു ഹെൽപ്പറായി പറയുന്നു. എന്നാൽ അവൻ കുടുംബ ജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഭാര്യ എന്ന് പറയുന്നത് ഒരു ഹെൽപ്പറാണ്, സഹായിയാണ്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാര്യയോട് പോയി ഒരു ആലോചന ചോദിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. കാരണം ഭാര്യമാര്, നമ്മൾ ഒരു കാര്യമേ, പുരുഷന്മാരുടെ പ്രത്യേകത, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർ ചായ മാത്രമേ ഉണ്ടാക്കൂ. എന്നാൽ സ്ത്രീകളുടെ പ്രത്യേകത, സഹോദരിമാരുടെ പ്രത്യേകത അങ്ങനല്ല, അവർ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടേ വരത്തുള്ളൂ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്ത്രീകൾ അത് അംഗീകരിക്കുന്നുണ്ടോ? മൾട്ടി ടാലന്റഡ് ആണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ലിയ ടാലന്റഡ് ആണെന്ന് പറയുമ്പോൾ, സ്ത്രീകൾ മൾട്ടി ടാലന്റഡ് ആണ്. അവരോട് ആലോചന ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഒരു ഹെൽപ്പ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പവും ഇല്ല. ജോയിലെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഒരു പുരുഷനെ കർത്താവ് താൻ മെനഞ്ഞെടുത്തു, തനിക്ക് തക്കതായ ഒരു തുണയെ, ഒരു ഹെൽപ്പർ. ഇവര് രണ്ടും കൂടെ വരുമ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇതുവരെയും ഉള്ളതുപോലല്ല ജീവിതം. നിങ്ങൾ ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ സ്വർഗത്തിന്റെ പ്രൊവിഷൻ തുറക്കും. നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകളെ ദൈവം തുറക്കും. ഇന്നേ വരെ കാണാത്ത നന്മകൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. കാരണം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ പലപ്പോഴും പലർക്കും ഒരു ചിന്തയുണ്ടായിരിക്കും, എൻ്റേത്, ഞാൻ വിവാഹം കഴിച്ചത് തക്കതായ തുണയാണോ? ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? കർത്താവ് ഈ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ആമേൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യങ്ങള്, ഇഴജാതികളെല്ലാം കണ്ടത്. തക്കതായ ഒരു തുണ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ, ഒരു സഹോദരി, ഒരു ആമേൻ ഹല്ലേലൂയ, ഒരു ആമേൻ വുമൻ, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കി കൊടുത്തു. നിങ്ങൾ ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിൽ അത് തക്കതായ തുണയാണ്. നിങ്ങളൊരു പുരുഷനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിൽ അത് തക്കതായ തുണയാണ്. നോക്കിയേ, വീണ്ടും പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുൾ ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇന്നു മുതൽ നിങ്ങളുടെ രണ്ടല്ല ഒന്നത്രേ. ആ ഒരു വിശ്വാസം എപ്പോഴും വേണം. എൻ്റെ പാർട്ടാണ്. ഇന്ന് ജോയിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ടാണ് ലിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ടാണ് ആര്? ജോയിലെ അച്ചാച്ചൻ. ജോയിലെ അച്ചാച്ചൻ എന്നാണോ വിളിക്കുന്നത്? ഇച്ചായൻ. നല്ല അടിപൊളി പേരാ. കോട്ടയം സ്റ്റൈലല്ലേ? ഞാനും കോട്ടയം സ്റ്റൈലിലാണ് വിളിക്കുന്നത്. നോക്കി, ഇനി എവിടെ പോയാലും ആര് കാണും? ജോയിലെ ലിയ കാണും. ഇനി ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ ഇല്ല. ഞാനും ഒരു 6 വർഷമായി വിവാഹം കഴിച്ചിട്ട്, എനിക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നേ ഒറ്റയ്ക്ക് എങ്ങും പോകാൻ പാടാ. അപ്പോൾ അവൻ ഇനി ജോയിലെ ലിയ പറയും, ഞാനും അച്ചാച്ച കൂടെ ഉണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുലികളുടെ വലിയ സമ്മേളനം നടന്നു, പുലികളുടെ. ആ സമയത്ത് അതിൻ്റെ കൂടെ ഒരു പൂച്ച വന്നിരുന്നു. അപ്പോ എല്ലാരും ചോദിച്ചു, പൂച്ച നീ എന്തിനാ
ഈ സമ്മേളനത്തിൻ്റെ അകത്ത് വന്നേ. അപ്പോൾ പൂച്ച പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിവാഹത്തിന് മുമ്പ് പുലിയായിരുന്നു, വിവാഹശേഷമാണ് പൂച്ചയായി മാറിയത്. ഇതിനൊരു കാര്യം പറയട്ടെ, കർത്താവ് നിങ്ങളെ യോജിപ്പിച്ചത് രണ്ടു പേരുടെയും ആത്മീക ജീവിതത്തിന് വേണ്ടിയാണ്. കാരണം പരസ്പരം ക്ഷമിക്കാനും പരസ്പരം സ്നേഹിക്കാനുമാണ് നിങ്ങളെ സ്വർഗം ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോയലിനോട് പറയാനുള്ളത്, ആമേൻ, സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. ആമേൻ. ജോയലെ, ഇന്ന് സ്വർഗത്തിന്റെ വലിയ ഫേവർ തുറന്നിരിക്കുകയാണ്. വചനം പറയുന്നു, ഭാര്യയെ കിട്ടുന്നുണ്ടെങ്കിൽ നന്മ കിട്ടുന്നു. ഇന്ന് വിവാഹം കഴിച്ചിട്ടുള്ളവരോട് പറയാം, നിങ്ങൾക്കൊരു നന്മയാ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിലേയും വെച്ച് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഇതിലും വലിയ നന്മ കിട്ടാനുണ്ടോ? ജോയലിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് ലിയ. ലിയയ്ക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് ആര്? ജോയല്. കുറച്ചും കൂടെ പറഞ്ഞാൽ ജോയലിന്റെ ഐശ്വര്യ റായി ഇനി മുതൽ ആരാ? ലിയയാ. ലിയയുടെ സുന്ദരനായ പുരുഷൻ ആരാ? ഇച്ചായന. ഇച്ചായനൊന്ന് വിളിച്ചേ. ഏറ്റവും വലിയ നന്മയാണ്. നിങ്ങൾ വിവാഹിതരായിട്ടുണ്ടോ? കർത്താവ് പറയുന്നു, ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അപ്പനും അമ്മയ്ക്കും ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു നന്മ സ്വർഗം ഇന്ന് ജോയലിന്റെയും ലിയയുടെയും ലൈഫിൽ വെച്ച് നീട്ടിയിരിക്കുക. അത് അതുപോലെ സ്വർഗം എനിക്ക് തന്നതാണെന്നുള്ള ആ ഉറപ്പോടും ആ ഒരു സ്നേഹത്തോടും ആ ഒരു ബഹുമാനത്തോടും ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ഇനി ആമേൻ, പല മേഖലയിൽ കൂടെ കടന്നു പോകേണ്ടവരാണ്. ഈ ശുശ്രൂഷയിൽ വലിയ ആത്മപകർച്ച ഉണ്ടാകേണ്ടതിനായിട്ട് ജോയലും ലിയയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ജോയലിൻ്റെ ലിയയുടെയും മാതാപിതാക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ആമേൻ താഴ്മയെ അപേക്ഷിക്കുന്നു. നോക്കിയേ, മത്തായി എഴുതിയ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ആമേൻ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളെ ഇന്ന് സ്വർഗം യോജിപ്പിച്ചു വിടുകയാണ്. മനുഷ്യരല്ല, ദൈവദാസന്മാരല്ല, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളല്ല. നിങ്ങളെ യോജിപ്പിക്കുന്നത് ആരാ? സ്വർഗമാണ്. സ്വർഗത്തിന്റെ കരവേലയാണ്, അല്ലെങ്കിൽ കർത്താവാണ് നിങ്ങളെ ഒരുമിപ്പിക്കുന്നത്. അത് മനുഷ്യന് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു അവകാശവുമില്ല. കർത്താവ് ഒന്നിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അതിനെ ഹോണർ ചെയ്ത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാ. നിങ്ങൾക്ക് ഇന്ന് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളൊരു പുതിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ എങ്ങനെ ചുമ്മാ അല്ല ചെല്ലുന്നേ, പഠിക്കും അല്ലേ? ഇന്ന് പല കുടുംബജീവിതങ്ങളും തകരുന്നതിൻ്റെ കാരണം കുടുംബജീവിതത്തെക്കുറിച്ച് ചുമ്മാ ആരെങ്കിലും പറഞ്ഞു ഒരു വിവാഹം കഴിച്ചു അങ്ങ് ജീവിക്കുക. എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, കുടുംബജീവിതത്തെക്കുറിച്ച് അറിയാവുന്നവരോടൊക്കെ ചോദിക്കണം, പരിചയ സമ്പത്തുള്ളവരോട് ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ പോയപ്പോൾ ഒരു അമ്മച്ചി ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആഹ്ലാദമാണ്, സാക്ഷ്യം പറയാൻ ഭയങ്കര ചാട്ടമാണ്. അമ്മച്ചി സാക്ഷ്യം പറയാൻ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 50 വർഷമായി. പാസ്റ്റർ ചോദിച്ചു, ഈ അച്ചായനെ തന്നെ മതിയോ ആൻറ്റി? ആൻറ്റി പറഞ്ഞു, ഇത് തന്നെ എനിക്ക് മതി. ചുമ്മാ ഒന്ന് ചോദിച്ചാ, അടുത്ത ജന്മമുണ്ടേ? അങ്ങനെ ഒരു ജന്മം ഇല്ല, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ അച്ചായൻ മതിയോ? ആൻറ്റി പറഞ്ഞു, ഇത് മതി. ഞാൻ പറയട്ടെ, നമ്മളിൽ എത്ര പേരത് പറയും? ഭാര്യമാരടുത്തുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, പറയുമോ എന്ന് ചോദിച്ചേ. ജോയിലെ, ഇത് പറയിപ്പിക്കണം. 25 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ജോയിൽ ഇത് പറയിപ്പിക്കണം. ഇതൊരു ഉത്തരവാദിത്തമാണ്.
ഒരു ഓഫീസിലേക്ക് കയറുമ്പോൾ പഠിച്ച് മനസ്സിലാക്കി ആ കുടുംബജീവിതം എങ്ങനെയാണ്, സ്ത്രീകൾ എങ്ങനെയാണ് അവര് വീക്കായിട്ടിരിക്കുന്നു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ബലഹീന പാത്രമാണ്. അവരെ താങ്ങേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലിയക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. നോക്കിയേ, കർത്താവ് മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും ഇമേജിലും ലൈക്നെസ്സിലും എങ്ങനെ ഇരിക്കുന്നത്? ഇമേജിലും ലൈക്നെസ്സിലും, കർത്താവിൻ്റെ ഇമേജിലും അതേ ലൈക്നെസ്സിലും ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് തൻ്റെ ജീവനെയും കൂടെ കർത്താവ് കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് കടന്നവർ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, ആ അനുസരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവ മക്കൾ 2 പേർ അവർ കുടുംബജീവിതത്തിന് ഒന്നായി ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ചില പ്രിൻസിപ്പിളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിയേ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം എഫെഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 25 ഓൺവേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഭർത്താവിനുള്ളൊരു കടമ കൊടുത്തിട്ടുണ്ട്, ഭാര്യയ്ക്കുള്ള ഒരു കടമ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ടാലിയായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വാഹനം ഓടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ചായക്ക് ഉപ്പിട്ട് കുടിക്കാൻ പറ്റത്തില്ല. എന്തിട്ട് കുടിക്കണം? മധുരമിട്ട് തന്നെ കുടിക്കണം. അതുപോലെ സ്വർഗത്തിൻ്റെ ഒരു നിയമം ഇവിടെ പറയുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ. ഭർത്താക്കന്മാരെ, ഭർത്താവാകാൻ പോകുന്ന ജോയിലേ, കർത്താവ് പറയുകയാണ്, ക്രിസ്തു എന്തിനെ സ്നേഹിച്ചതുപോലെ? സഭയെ സ്നേഹിച്ചതുപോലെ. എഫെസ്യ ലേഖനത്തിൽ ഒരു ഭർത്താവിനെ ക്രിസ്തുവിന്റെ പൊസിഷനിൽ നിർത്തിയിരിക്കുക. എത്ര വലിയൊരു പൊസിഷനാ അല്ലേ? സന്തോഷമുണ്ടോ? ഭർത്താക്കന്മാർ വിവാഹം കഴിച്ചിട്ടുള്ളവരോട് പറയാ, ദൈവവചനം അനുസരിച്ച് കർത്താവ് പറയാ, ആ ക്രിസ്തുവിന്റെ പൊസിഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇവിടെ പറയുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളക്കം, മാലിന്യമായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് താൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നോക്കിയേ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എങ്ങനെയാണ് സ്നേഹം? ഒരു ഭർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ്? നിങ്ങൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് നോക്കല്ലേ, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് യേശുക്രിസ്തു പറയുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കണം. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഏൽപ്പിച്ച് കൊടുക്കാൻ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നോക്കിയേ, അടുത്ത വാക്യം പറയുന്നു, അവിടെ എഴുതിയിരിക്കുകയാണ്, അവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. നോക്കിയേ, ജോയല് ലിയായെ സ്നേഹിക്കുമ്പോൾ ജോയലിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇന്ന് സ്നേഹിക്കുന്നുണ്ടോ? ഒരു ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം, ഞങ്ങളൊന്ന് കേൾക്കട്ടെ അല്ലേ? ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഒരു ഐ ലവ് യു പറഞ്ഞോ. സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റും ഇല്ല. അതും ഈ സദസ്സിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ കഴിഞ്ഞാൽ അതത്ര വലിയ സന്തോഷമാണ്. നോക്കിയേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ വചനം പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു തലയാണ്, സഭ ശരീരമാണ്. തലയില്ലാതെ ശരീരമില്ല, ശരീരമില്ലാതെ
ആമേൻ, ഹല്ലേലൂയ, സഭയുമില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. നോക്കിയേ, ക്രിസ്തു പൂർണ്ണരാകുന്നത് സഭയും കൂടെ ചേരുമ്പോഴാണ്. കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. തല യേശു ക്രിസ്തു, സഭ ശരീരം. ഇന്ന് ആമേൻ ജോയിൽ മനസ്സിലാക്കണം. ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, വചനം ആമേൻ ലിയായെ ആ സഭയുടെ പൊസിഷനിൽ നിർത്തിയിരിക്കുക. ജോയില് തലയായിട്ടിരിക്കുമ്പോൾ ആമേൻ ലിയ ശരീരമായിട്ട്. അതുകൊണ്ടാണ് ഈ ചില സഹോദരിമാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ എം എ ഹോം മേക്കർ എന്ന് പറയും. കാരണം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആര് വേണം? മനസ്സ് തൊട്ടൊന്ന് പറയാം അല്ലേ വാസ്റ്ററെ? റൺ ചെയ്യിക്കണ ആര് വേണം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ പറയാം, എൻ്റെ ജീവിതമാണെങ്കിലും ഞാൻ വിവാഹശേഷമാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, പല ചേഞ്ചുകളും ഉണ്ടാകും. ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ ചേഞ്ചുകളുണ്ടാകും, ആത്മീകമായിട്ടും ഭൗതികമായിട്ടും. നോക്കിയ ലിയയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 25 അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്താ? സ്നേഹിക്കുക. ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താ? കീഴടങ്ങിയിരിക്കുക. ഈ സ്നേഹം ഉണ്ടായാലേ കീഴടങ്ങത്തുള്ളൂ, അല്ലേ? വീട്ടിൽ കുക്ക് ചെയ്ത് വരുമ്പോൾ ഉപ്പ് കുറവാ, അല്ലെങ്കിൽ എരിവിച്ചിരി കൂടി പോയി, ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പോകും, അല്ലേ? എന്നാൽ മോളെ ഇച്ചിരി ഉപ്പ് കുറവാ കേട്ടോ, ഇച്ചിരി എരിവ് കൂടുതലാ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത ദിവസം കിട്ടുന്നത് ഏറ്റവും ടേസ്റ്റ് ഉള്ളതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഒരു ട്രിക്കാ. ഹല്ലേലൂയ. ഇനി എന്തോ ജോയൽ എന്തോ വിളിക്കുന്ന ലിയയെ? മോളെന്നാണോ ലിയാന്നാണോ? ലിയ. മോളെന്ന് കൂടെ കൂട്ടി ഇടയ്ക്ക് വിളിച്ചോ, ഒരു സന്തോഷമായിക്കോട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? പരസ്പരം സ്നേഹിക്കപ്പെടുവാൻ. പ്രൈസ് ഗോഡ്. കീഴടങ്ങിയിരിപ്പാൻ. ആമേൻ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഭാര്യമാരെ ഹോണർ ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. ഭാര്യമാരോട് ആമേൻ കർത്താവ് പറയുന്നു, ആമേൻ കീഴടങ്ങിയിരിക്കണം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് സ്നേഹത്തിലാ പോകുന്നത്. കുടുംബജീവിതമാണെങ്കിൽ എങ്ങനെ പോകുന്നേ? സ്നേഹത്തിലാ പോകുന്നേ. ആമേൻ. ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ പോകുന്നേ? സ്നേഹത്തിലാ പോകുന്നേ. ഒരു ദിവസം ഒരു മനുഷ്യൻ, ഈ 50 വർഷം കഴിഞ്ഞ ആ ആൻറ്റി സന്തോഷിച്ചു. വേറൊരു മനുഷ്യൻ ഇതുപോലെ 50 വർഷം കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാവരോടും പറഞ്ഞു എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഫ്രണ്ട്സിനെ എല്ലാം മെസ്സേജ് അയച്ചു, എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, ഭയങ്കര സന്തോഷമായിരുന്നു ഈ 50 കൊല്ലം. അപ്പോൾ തൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത്? അത് ഞാനും ഭാര്യയും കൂടെ സിംഗപ്പൂർ ഹണിമൂൺ പോയി. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ ആ ഹണിമൂൺ കണ്ട് അവിടെ വിട്ടച്ചിങ്ങ് പോന്നു. ഈ 50ാമത്തെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഈ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞാൻ തിരിച്ചു പോയി കാണാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 50 വർഷവും അച്ചായൻ ഇവിടെയും ആൻറ്റി സിംഗപ്പൂരിലും ആയിരുന്നു. അതുകൊണ്ട് സന്തോഷമായിരുന്നു. അങ്ങനെ ആയിരിക്കരുത്. വചനം പറയുന്നത്, ആമേൻ, വചനം പറയുന്നത് പോലെ സ്നേഹത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം ചാപ്റ്റർ 13 വേർഡ്സ് 4 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. ക്ഷമ വേണം. രണ്ടുപേർക്കും എന്ത് വേണം? വീട്ടിലെ പോലല്ല, നേരത്തെ ഉണ്ടായിരിക്കുന്നത് പോലല്ല, ക്ഷമ വേണം. ഇത് മനസ്സിലാക്കണം. ഇത് വ്യക്തിപരമായി മനസ്സിലാക്കണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ വചനം വായിക്കണം, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ. ആമേൻ. നോക്കിയേ, ദീർഘമായി ക്ഷമിക്കുന്നു. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമല്ല, സ്നേഹം പുറത്തു കാണിക്കണം. സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു.
ഇതുവരെയും ക്ഷമയില്ലെങ്കിൽ ഇന്നു മുതൽ ക്ഷമിച്ചു തുടങ്ങാൻ പഠിക്കും. അതുപോലെ തന്നെ അടുത്ത വാക്യം പറയുന്നു, ദയ കാണിക്കുന്നു. ദയ കാണിക്കണം. ബലഹീനമായിരിക്കുമ്പോൾ ദയ കാണിക്കണം. പനി പിടിച്ച് കിടക്കുമ്പോൾ അച്ചായ ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നോ എന്ന് പറയരുത്, നല്ലൊരു ചുക്കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും സാലറിയൊക്കെ നല്ലത് കിട്ടും, നല്ല പൊസിഷനിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് പരസ്പരം നിഗളം എന്ത് ചെയ്യരുത്? ഞാൻ വലുതാണ്, നീ ചെറുതാണ്, അല്ലെ നീ വലുതാണ്, ഞാൻ ചെറുതാണെന്നുള്ള നിഗളം ഉണ്ടാകാൻ പാടില്ല. ഇവരുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ജോയലിൻ്റെ ചർച്ചിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. പ്രൈസ് ഗോഡ്. തീർക്കുന്നില്ല, അയോഗ്യമായി എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും അത് 10 വർഷം കഴിഞ്ഞ് പറയരുത്, അല്ലേ? നമ്മൾ മറന്നുപോകും, ചിലരത് മറക്കത്തില്ല. എന്തെങ്കിലും സ്പോട്ടിൽ അതങ്ങ് മറന്നേക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. പ്രവചനപരമോ അത് നിന്നുപോകും, ഭാഷാപരമോ അത് നിന്നുപോകും. വചനം പഠിപ്പിക്കുന്നു, സ്നേഹം നിലനിൽക്കും. സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്നേഹത്തിന്റെ ഉടയവനോട് ചോദിക്കണം, കർത്താവേ എനിക്ക് സ്നേഹിക്കാനുള്ള കൃപ തരണേ. ഈ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് ഒന്ന് മാറിയിരുന്നെങ്കിൽ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ ഒരു മനസ്സ് തരാൻ പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ബ്ലെസ്സിങ് ആയി മാറും. ഒന്ന് പ്രാർത്ഥിച്ചേ ജോയലേ, ആമേൻ. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:23 പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെന്നവണ്ണം ചെയ്യണം. ക്രിസ്തുവിനെന്നവണ്ണം എന്ന് പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ജോയിലിരിക്കുന്നു, ലിയയിലും ഇരിക്കുന്നു. ആമേൻ. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എങ്ങനെ പറയണം? ക്രിസ്തുവിനെന്നവണ്ണം. ആമേൻ. ക്രിസ്തുവിനെന്നവണ്ണം. ഒന്ന് മനസ്സിലാക്കണം, ഇത് കർത്താവിൻ്റെ ആലയമാണ്. ആമേൻ. ജോയൽ ക്രിസ്തുവിൻ്റെ ആലയമാണ്, ലിയ ക്രിസ്തുവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇങ്ങനൊരു ബോധ്യത്തിൽ പോയാൽ കുടുംബജീവിതം ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, ദൈവത്തിൻ്റെ നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങി ജീവിച്ച ഒരു കുടുംബവും ആമേൻ ഹല്ലേലൂയ ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല. ഇന്നൊരു തീരുമാനം എടുക്കണം. കർത്താവേ, ആമേൻ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഓട്ടനെ മാതാപിതാക്കളുടെ അടുത്തോട്ടല്ല പോകേണ്ടത്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം. കർത്താവെ, ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ഇല്ല, ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. ആമേൻ, ഹല്ലേലൂയ. നല്ല അനുഭവ സമ്പത്തുള്ള, പ്രാർത്ഥനയുള്ള, അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു മുതിർന്ന ഒരു ദൈവദാസനോടോ ദൈവദാസിയോടോ പറയണം, ആമേൻ, അഭിഷക്തയെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾ കുടുംബജീവിതം ഒന്ന് കൊണ്ടുപോയി നോക്കിയേ, ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടൊരു കുടുംബമായിട്ട് കാണാനാണ് താല്പര്യം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ. ആമേൻ. എലിയ പറഞ്ഞ പോലെ ഒരു ശേഷിപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഒരു ശേഷിപ്പായി ഈ ലോകത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നടുവിൽ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മുന്നോട്ട് വരുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേർ ഐക്യബദ്ധപ്പെട്ട്, വചനം പറയുന്നു, രണ്ടുപേർ ഐക്യബദ്ധപ്പെട്ട് കർത്താവിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. പ്രൈസ് ഗോഡ്. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വേഗത്തിലായിരിക്കും. സന്തോഷമുണ്ടോ? ഇന്നൊരു പ്രാർത്ഥന പോരാളിയായി കിട്ടിയിരിക്കുന്ന മദർ ഒരു പ്രൊഫറ്റാണ്. ആ ശുശ്രൂഷയിൽ മൂവ് ചെയ്യുന്നൊരു കുടുംബമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളിയാണ്. മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒരു മിഷണറി കുടുംബമാണ്. ഇവിടെ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്ന് വീഴും. പല ദേശങ്ങളിൽ, പല മേഖലകളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ സ്വർഗം നിങ്ങളെ ഉപയോഗിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഉണർവോടൊക്കെ ഇരുന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ അകത്ത് അവൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരുണ്ട്. അവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്ര സന്തോഷകരമായ അനുഭവം അല്ലേ? ആമേൻ. അപ്പോൾ ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്ക് മറുപടി സൂപ്പർ നാച്ചുറലി വരും. കാരണം രണ്ടല്ല, ഒന്നായി ചേർന്നിരിക്കുകയാണ്. ഇതെൻ്റെ റിബാണ്, എൻ്റെ പാർട്ടാണ്. അവളില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവളില്ല. ആമേൻ, ഹല്ലേലൂയ. അതുമാത്രം പോരെ, കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഓരോ ദിവസവും പ്രാർത്ഥന വേണം. യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ രാജാവായി. തല ക്രിസ്തുവാണ്, അതിനുശേഷം ജോയൽ, അതിനുശേഷം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ വചനം പറയുന്ന എല്ലാ ബ്ലെസ്സിങ്ങിനാലും നിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ നിറയപ്പെടട്ടെ, നിങ്ങൾ വർദ്ധിക്കപ്പെടട്ടെ, നിങ്ങൾ പെരുകട്ടെ പരസ്പരം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനും ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലും ഡിവൈൻ പ്രൊട്ടക്ഷനിലും സ്വർഗം നിങ്ങളെ മറയ്ക്കട്ടെ. നിങ്ങൾക്ക് സ്വർഗീയ സന്തോഷം തരട്ടെ. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ആമേൻ, ഹല്ലേലൂയ, കർത്താവ് ഞാൻ ആമേൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു യേശു